ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അറബിക് ഫുഡായ ഫലാഫിലായിട്ട് വന്നിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് കഴിക്കുന്ന പോലത്തെ ചിക്കനോട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയ പോലെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയത് നമ്മളെ വെള്ളക്കടല എന്ന് വെച്ചാൽ ചെനക്കടലാണ് വേണ്ടത്. ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ചെറിയ ജീരകം, വെളുത്തുള്ളി, വലിയ ഉള്ളീൻ്റെ ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, എരിവിന് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, പിന്നെ ചെറിയ ജീരകം 1 സ്പൂണ്, പിന്നെ മല്ലിയിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അടിക്കാൻ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറ് ചെറുതായതുകൊണ്ട് കുറേശ്ശെ ഇട്ടുകൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പേസ്റ്റ് പരുവത്തിലാവരുത്, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണ ആ ഒരു രൂപത്തിലേക്കാണ് വരുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുക. ഓക്കെ, ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. വെള്ളം ചേർത്താൽ ആകെ ഒരു പേസ്റ്റ് രൂപവും. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. കടലൊക്കെ നല്ല കഴുകിയിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഇതിന് ഉപയോഗിക്കേണ്ട. പിന്നെ ഇതിനൊന്നുമില്ല, ഇതൊന്ന് ഉരുട്ടി ഉരുളാക്കിയെടുക്കുക. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഉരുട്ടി നമ്മൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പരത്തി ചെയ്യണമെങ്കിൽ അങ്ങനെ പരത്തി ചെയ്യാം കേട്ടോ. നമ്മൾ വടകളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഒന്നും കൂടിയൊക്കെ ഷേപ്പ് ആക്കട്ടെ, അതിൻ്റെ വലിയ ഷേപ്പൊന്നും ആക്കിയിട്ടില്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഉരുളാക്കി എടുത്തിട്ട് ഞാൻ നല്ല ചൂടുള്ള ഓയിലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തിടുക. തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മറിച്ച് കൊടുക്കുക. ഒരു ഏകദേശം ഒരു ബ്രൗൺ അറിയാലോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു പരുവം. അപ്പോൾ ഒരു പരുവത്തിലെത്തുമ്പോൾ ഒരു മീഡിയം തീയിലിട്ടാൽ മതി കേട്ടോ. തീ കൂടുതൽ പിന്നെ കരിഞ്ഞ് പോയിട്ട് ഉള്ളിൽ നിന്ന് വെന്ത് കിട്ടൂല. അപ്പോൾ ഓക്കെ, ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫലാഫില റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മീൻസ് മയോണൈസ് എന്തെങ്കിലും കൂട്ടി കഴിക്കണതാണ് ടേസ്റ്റ് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് സാൻഡ്വിച്ചോ എന്തെങ്കിലും ബ്രെഡിൽ ഫില്ലിംഗ് ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റും. അതല്ലാതെ ഇങ്ങനെയും കഴിക്കട്ടോ. അപ്പോൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം തന്നെ കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിയൊക്കെ കഴിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയൊരു ടേസ്റ്റാണ് ഇതിന് വല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.